നമസ്കാരം. ഷെഫ്സ് കിച്ചൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഷെഫ്സ് കിച്ചനിൽ ഇന്ന് നമ്മോടൊപ്പം ലക്ഷ്മിയാണ്. നിങ്ങൾക്കെല്ലാം സുപരിചിതയാണ് ലക്ഷ്മി. വെൽക്കം ടു ദ ഷോ ലക്ഷ്മി. താങ്ക് യു ജോഷി. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ലക്ഷ്മി, ഇന്ന് എന്താണ് നമുക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്? ഇന്ന് പനീർ ഫിംഗർ ഫ്രൈസ് ആണ്. നമ്മൾ കേട്ടിട്ടുണ്ട്, ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ കേട്ടിട്ടുണ്ട്. അപ്പം കാണാൻ ഏകദേശം അതുപോലെയൊക്കെ തന്നെ ഇരിക്കും. അപ്പം അതെ, ഇത് പനീറാണ്, കോട്ടേജ് ചീസാണിത്. നമുക്കറിയാം, നമ്മുടെ പനീർ വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒന്നാണ്. അപ്പോൾ വളരെ എളുപ്പമായിട്ട് സ്നാക്ക് ഐറ്റം പോലെയൊക്കെ വേഗം ഉണ്ടാക്കാം. ആരെങ്കിലും ഗസ്റ്റൊക്കെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ വേഗം ഉണ്ടാക്കാൻ പറ്റാവുന്ന ഒന്നാണ്. അപ്പം ഇത് കൂടുതൽ വേഗം അവൈലബിൾ ആണ്, എല്ലായിടത്തും കിട്ടും. നമ്മുടെ നാട്ടിലും കിട്ടും. ഇപ്പോൾ ഈവൻ UK-ലാണെങ്കിലും ഏത് ഇന്ത്യൻ സ്റ്റോറിൽ പോയാലും അവിടെ പനീർ ഉണ്ടാവും. ബാക്കി ഒന്നുമില്ലെങ്കിലും പനീർ അവിടെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ഇത് നമ്മൾ ചൂസ് ചെയ്തത്. അപ്പോൾ നമുക്കതിൻ്റെ ഇൻഗ്രീഡിയൻസിലേക്ക് കിടക്കാം. അപ്പോൾ ഇന്ന് പനീർ കൊണ്ടുള്ള ഒരു അടിപൊളി വിഭവമാണ് ലക്ഷ്മി നമുക്കായി പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് പ്രേക്ഷകർക്കൊന്ന് പരിചയപ്പെടുത്തുക. ഇവിടെ ഇൻഗ്രീഡിയൻസ് ആയിട്ട് നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ക്രം ഫ്രൈസ് ആണ്. ബ്രെഡ് പൊടിച്ചെടുത്തതാണ് ക്രം ഫ്രൈഡ് ആയിട്ട് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ പനീറാണ്. പനീർ നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഓയിലുണ്ട്, സോയാ സോസ്, കെച്ചപ്പ്, ഗരം മസാല, ചില്ലി പൗഡർ, ഗാർലിക് ഗ്രാനുവൽസ് ആണ്. അതായത് ഗാർലിക് പൗഡറാണ്, ഡ്രൈ ഗാർലിക് പൗഡറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അത് അരച്ച് വെച്ചിട്ട് അങ്ങനെ യൂസ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യാം. പിന്നെ യൂസ് ചെയ്തിരിക്കുന്നത് കോൺഫ്ലോർ, പിന്നെ മൈദയാണ്. അപ്പോൾ ഇത് രണ്ടും മിക്സ് ചെയ്തിട്ട് കുറച്ച് വാട്ടർ ഒഴിച്ചിട്ട് നമ്മളിവിടെ ലിക്വിഡ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് തിന്നല്ല, ഒരു അത് അറിയാമല്ലോ, ഒരു എന്താ പറയുക, കോട്ടിങ്ങിന് വേണ്ടിയിട്ട് അങ്ങനെ മിക്സ് ആക്കിയിട്ട് വെച്ചിരിക്കുകയാണ്. അത് നേരത്തെ തന്നെ ചെയ്ത് വെക്കാൻ കാരണം നമ്മൾ കോൺഫ്ലവർ ആണെങ്കിലും മൈദ ആണെങ്കിലും വെള്ളം ഒഴിക്കുമ്പോൾ അതിൽ ലംസ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ സമയം വേസ്റ്റ് ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നേരത്തെ തന്നെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് സമയമൊന്നും ലംസ് കളയാൻ എടുക്കില്ല. ഇപ്പോൾ കോൺഫ്ലവർ ആണെങ്കിലും കുറച്ച് നേരം ഒന്ന് മിക്സ് ചെയ്യേണ്ടി വരും. വെള്ളം ഒഴിക്കുമ്പോൾ എന്തായാലും അത് അടിഭാഗത്ത് കുറച്ച് കട്ടിയായിട്ട് തോന്നും. പക്ഷെ മിക്സ് ചെയ്തുകൊണ്ടേ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് നല്ല ലംസ് ഒന്നും ഇല്ലാതെ നല്ലൊരു ലിക്വിഡ് ഇത് കിട്ടും. അപ്പോൾ ഇതൊരു സെമി തിക്നെസ് ഉള്ള ഒരു ഫോമിലാണ്, അത് ബാറ്ററാണ് അവിടെ വെച്ചിട്ടുള്ളത്. നമുക്കിത് ആദ്യം ഒന്ന് മാരിനേറ്റ് ചെയ്യാം. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനൊരു ഫിംഗർ ഫ്രൈഡ് ആ ഒരു ഷേപ്പിൽ തന്നെയാണ് നമ്മളിവിടെ അരിഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ, അതെ, ബാറ്റർ ഇവിടെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ മൈദയും ചേർത്തുള്ള ഒരു ബാറ്ററാണ്. അതെ, അപ്പോൾ അത് രണ്ടും കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇവിടെ ഒഴിക്കുന്നത്. പിന്നെ ഉള്ളത് നമുക്ക് കുറച്ച് ഗരം മസാല ആഡ് ചെയ്യാം. അപ്പോൾ ചെറിയൊരു ടീസ്പൂൺ മാത്രമേ ഗരം മസാല ആവശ്യമുള്ളൂ. ഒരുപാട് മസാല ഇങ്ങനത്തെ ഒരു ഡിഷ് ആകുമ്പോൾ നമുക്ക് ഒരുപാട് മസാലയും എരിവും ഒന്നും വേണമെന്നില്ല. അതല്ലാതെ കഴിക്കണതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. അപ്പോൾ അതുകൊണ്ട് ഒരു അര ടീസ്പൂൺ മാത്രമേ നമ്മളിവിടെ മസാല ആഡ് ചെയ്യുന്നുള്ളൂ. ഇനി അടുത്തത് നമ്മൾ ആഡ് ചെയ്യുന്നത് ചില്ലി പൗഡറാണ്. ചില്ലി പൗഡർ എരിവിനനുസരിച്ചിട്ട് ആഡ് ചെയ്യാം. ഈ ചില്ലി പൗഡറിന് നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്ന ചില്ലി പൗഡറിൻ്റെ അത്യാവശ്യം എരിവുള്ള ചില്ലി പൗഡറാണ്. അപ്പം അതുകൊണ്ട് ഇത് അധികം ആഡ് ചെയ്യുന്നില്ല. നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു അര ടീസ്പൂൺ മാത്രമാണ് ഇത് ചില്ലി പൗഡർ ഇവിടെ ആഡ് ചെയ്യുന്നുള്ളൂ. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യണം അല്ലേ? അതെ, പക്ഷെ അതിന് മുമ്പ് 2 സോസസ് നമ്മൾ ആഡ് ചെയ്യണം. അത് 2 സോസസും പിന്നെ ഗാർലിക് ഗ്രാനുവൽസ്, അതായത് ഗാർലിക് പൗഡർ പൊടിച്ചു വെച്ചതാണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഇവിടെ ഗാർലിക് നമ്മൾ ആഡ് ചെയ്യുന്നത് 1 ടീസ്പൂണാണ്. ടേസ്റ്റിനനുസരിച്ച് ആഡ് ചെയ്യാം. ചിലർക്ക് ഗാർലിക്കിൻ്റെ ഒരു ടേസ്റ്റ് കൂടുതൽ ഇഷ്ടമായിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് ആഡ് ചെയ്യാം. ഈവൻ ഇറ്റ് ഈസ് ഇതിപ്പോൾ ഒരു പൗഡർ ആണെങ്കിൽ കൂടി നല്ല സ്ട്രോങ് ആണ്. അതെ, നല്ല സ്ട്രോങ് ആണ്. നമ്മൾ പച്ചയ്ക്ക് ഗാർലിക് അരയ്ക്കുന്ന പോലെ തന്നെ അത്രയും സ്ട്രെങ്ത് ഇതിനുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ട് ടേസ്റ്റ് നോക്കിയിട്ട് ആഡ് ചെയ്യുക. ഇവിടെ നമ്മൾ 1 ടീസ്പൂണാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഇനി അടുത്തത് ആഡ് ചെയ്യുന്നത് സോയാ സോസാണ്. സോയാ സോസ് 1 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് ആഡ് ചെയ്യാം. എല്ലാ കുട്ടികൾക്കും വലിയവർക്കായാലും ഒരുപോലെ ഇഷ്ടമുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ടൊമാറ്റോ കെച്ചപ്പ് എന്ന് പറയുന്നത്. ഫ്രഞ്ച് ഫ്രൈസിൻ്റെ കൂടെയൊക്കെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സോസാണ്. അപ്പോൾ അതാണ് ഇവിടെ ആഡ് ചെയ്യുന്നത്. അതൊരു 2 ടീസ്പൂൺ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മളിതിൽ ആഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതൊന്ന് മിക്സ് ചെയ്യണം.
നമ്മളിവിടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് ഉപ്പ് ആഡ് ചെയ്യാം. എല്ലാത്തിലും പറഞ്ഞ പോലെ സോയാ സോസിലൊക്കെ ഉപ്പുണ്ട്, കെച്ചപ്പിൽ ഉപ്പുണ്ട്, അതുകൊണ്ട് ഒരുപാട് ഉപ്പ് വേണ്ട. ഇതിൻ്റെ ആദ്യഘട്ടം കഴിഞ്ഞിരിക്കുകയാണ്. പനീർ നീളത്തിലരിഞ്ഞു, അത് ഒരു ബാറ്ററിൽ മുക്കി. ആ ബാറ്റർ നമ്മളോട് പരിചയപ്പെട്ടു. മൈദയും കോൺഫ്ലവറും കൂടിയിട്ട് അതെ മിക്സ് ചെയ്തൊരു നമ്മൾ ഈ പറഞ്ഞ ഗരം മസാല, ചില്ലി പൗഡർ, ഗാർലിക്, പിന്നെ സോയാ സോസ്, കെച്ചപ്പ്, ഇത്രയും സാധനം ചേർത്ത് ഒരു ബാറ്റർ ഉണ്ടാക്കി അതിനകത്ത് ശകലം ഉപ്പിട്ടു. അപ്പോൾ ഇത് റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ ഇത് ക്രംസ് ആണ് നമുക്ക് ഇനി ആവശ്യം. ഇത് നമുക്ക് കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഈ ക്രംസ് ഉണ്ടാക്കിയിരിക്കുന്നത് വൈറ്റ് ബ്രെഡ് മിക്സിയിൽ അടിച്ചിരിക്കുന്നതാണ്, വേറെ ഒന്നും ആവശ്യമില്ല. ബ്രെഡ് ക്രംസ് വാങ്ങാനായിട്ട് കിട്ടും. അപ്പോൾ അത് കിട്ടുന്നുണ്ടെങ്കിൽ അതായിരിക്കും കൂടുതൽ സൗകര്യം. ഇത് അതെ, ഫ്രഷ് ബ്രെഡ് നമ്മൾ വാങ്ങിയിട്ട് മിക്സിയിൽ അടിച്ച് വെച്ചിരിക്കുന്നതാണിത്. അപ്പോൾ ഈ ക്രംസിൽ ഇത് മിക്സ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതുപോലെ ക്രംസ് മിക്സ് ചെയ്തെടുക്കുകയാണ്. അത് കഴിഞ്ഞാൽ വറുത്തെടുക്കുക. അപ്പോൾ നമ്മുടെ പനീർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഫ്രൈ ചെയ്യാൻ പാകമായിട്ട് ഇരിക്കുകയാണ്. ആദ്യമേ നമ്മൾ പറഞ്ഞതുപോലെ മൈദയും കോൺഫ്ലോറും ഒരു ചെറിയ ബാറ്ററാക്കി അതിനകത്ത് ഈ മസാലകളൊക്കെ ചേർത്തു. അത് രണ്ടാമത് ഒന്നുകൂടെ കോട്ട് ചെയ്തിരിക്കുകയാണ്. ബ്രെഡ് ക്രം കൊണ്ട്, വൈറ്റ് ബ്രെഡ് ക്രം കൊണ്ട് കോട്ട് ചെയ്തിരിക്കുകയാണ്. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അതെ, ഫ്രൈ ചെയ്തെടുക്കുക മാത്രമേ ഉള്ളൂ ഇനി അടുത്ത പണി. ഇപ്പോൾ ഇത് നമ്മുടെ പാൻ ചൂടായി, നമ്മൾ കുറച്ച് ഓയിൽ ഒഴിച്ചു, ഓയിൽ ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം. ഈ പനീർ എന്ന് എല്ലാവർക്കും അറിയാം. പനീർ നമ്മുടെ നാട്ടിൽ പറയും പാൽക്കട്ടി എന്ന് പറയും, അല്ലേ? അതെ അതെ, നമുക്ക് വീട്ടിലൊക്കെ വേഗം ഉണ്ടാക്കാൻ പറ്റാവുന്ന ഒരു ഇതാണ് പനീർ എന്ന് പറയുന്നത്. അതായത് പാല് തിളപ്പിച്ച് കഴിഞ്ഞ ശേഷം അതിൽ നാരങ്ങ നീര് ഒഴിച്ച് കഴിഞ്ഞാൽ പാല് പിരിഞ്ഞു കിട്ടും നമുക്ക്. അതൊരു കോട്ടൺ ക്ലോത്തിൽ അരിച്ചെടുത്തിട്ട്, അതെ തിന്നായിട്ടുള്ള, അതെ മസ്ലിൻ ക്ലോത്ത് വെച്ച് അരിച്ചെടുത്ത ശേഷം അത് അങ്ങനെയാണ് ഇതിന്റെ ഇത് ഉണ്ടാക്കുന്നത്. അതെ, അത് കഴിഞ്ഞാൽ കട്ട് ചെയ്ത് എനിക്ക് തോന്നുന്നു എടുത്ത് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നാളൊക്കെ നമുക്ക് ഫ്രിഡ്ജിൽ എടുത്ത് വെക്കാം, കുറച്ച് കാലം യൂസ് ചെയ്യാം. ചെറിയ ശകലം വെള്ളത്തിൽ വറുത്തിട്ട് വെക്കുവാണെങ്കിൽ, വെള്ളത്തിലിട്ട് ഫ്രിഡ്ജിലൊക്കെ വെക്കുവാണെങ്കിൽ 1-2 ദിവസമൊക്കെ സുഖമായിട്ട് ഇരുന്നോളും. കാരണം സോക്ക് ചെയ്ത് അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ പുറത്ത് വെക്കാതിരുന്നാൽ മതി. ചീസാണ്, അതുകൊണ്ട് ഇനിയിപ്പോൾ അത് എണ്ണ ചൂടായി. അതെ, എണ്ണ ചൂടായി. അപ്പോൾ നമുക്ക് പനീർ ഇതിലേക്ക് ഇടാം. ഷെഫ്സ് കിച്ചൻ്റെ പഴയൊരു എപ്പിസോഡിൽ പനീർ കൊണ്ട് വേറൊരു വിഭവം ഞങ്ങൾ പരിചയപ്പെടുത്തുകയുണ്ടായി. പക്ഷേ അത് ഓർത്തിരിക്കുമെന്ന് വിചാരിക്കുന്നു. അത് നിങ്ങൾ ഓർമ്മയിലുണ്ടെങ്കിൽ ഒന്നുകൂടി പറയാം. പനീറും നമ്മുടെ കപ്പയും ചേർന്നുള്ള ചില്ലി മോഗോ, പനീർ ആൻഡ് മോഗോ എന്ന് പറഞ്ഞാൽ കപ്പയാണ്. കപ്പ ബോയിൽ ചെയ്ത് ഇതുപോലെ തന്നെ ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്ത് രണ്ടും കൂടെ കോട്ട് ചെയ്തൊരു, ഞാനും അത് കണ്ടിട്ടുണ്ടായിരുന്നു. അന്ന് അത് ഇറങ്ങുന്ന സമയത്ത് ഞാൻ ഇവിടെ ഇല്ല, പക്ഷെ ഞാനും കണ്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു കപ്പ വറുത്തെടുത്തിട്ട് അത് പിന്നെ പനീറും സെപ്പറേറ്റ് ആയി വറുത്തിട്ടുള്ള ഒരു നല്ലൊരു ഡിഷായിരുന്നു. അതുപോലെ തന്നെ ചില്ലി പനീർ നമുക്കറിയാം, വീട്ടിലൊക്കെ ഉണ്ടാക്കാം. മട്ടർ പനീർ, പനീർ കൊണ്ട് ഒത്തിരി വിഭവങ്ങൾ ഉണ്ടാക്കാം. അപ്പോൾ എനിക്ക് പനീറിന്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളത് രസഗുളയാണ്. പനീർ യൂസ് ചെയ്യാം, അതൊരു ഡെസേർട്ടാണ്. അതെ, രസഗുള ഉണ്ടാക്കുമ്പോൾ പനീർ യൂസ് ചെയ്യാറുണ്ട്. ലക്ഷ്മി ഇതാണ്ട് ആയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? അതെ, നമുക്കിതൊന്ന് മറച്ചിടാം. പറഞ്ഞ പോലെ നമ്മൾ ബ്രെഡ് പൊടിച്ചെടുത്തിട്ടുണ്ടാക്കിയ ക്രംസ് ആണ്. അപ്പോൾ ഒന്ന് വേഗം ബ്രൗൺ ആകും, കരിയാണ്ട് നോക്കണം. അപ്പോൾ ഇതൊന്ന് നമുക്ക് മറച്ചിടാം. നമ്മുടെ പനീർ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. നല്ലൊരു ബ്രൗൺ കളറിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കത് നമ്മളിവിടെ സെർവിങ് ബൗളിലേക്ക് മാറ്റുകയാണ്. നമ്മൾ ഈ തയ്യാറാക്കിയ വിധം ഒന്നുകൂടെ ഒന്ന് പരിചയപ്പെടുത്തിയാലോ? തീർച്ചയായും. നമ്മൾ ഇവിടെ പനീർ നമ്മൾ ആദ്യം ഫിംഗർ ഫ്രൈ എന്ന് പറഞ്ഞതുകൊണ്ട് നീളത്തിൽ കട്ട് ചെയ്തതേ ഉള്ളൂ. നിങ്ങളുടെ ഇഷ്ടമുള്ള ഷേപ്പിൽ നിങ്ങൾക്ക് കട്ട് ചെയ്യാം. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതായിരിക്കും കൂടുതൽ സൗകര്യം, കാണാനും നല്ലത് ഇതാണ്. അതുകൊണ്ട് ഞങ്ങൾ ഈ രീതി ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്തതേ ഉള്ളൂ. പിന്നെ ഇതിൽ ആഡ് ചെയ്തത് സോയാ സോസും കെച്ചപ്പും ഗാർലിക് പൗഡറാണ്. ഗാർലിക് പൗഡർ ഇവിടെ എല്ലായിടത്തും വാങ്ങാൻ കിട്ടും. ഗാർലിക് ഉണക്കി പൊടിച്ച പൗഡറാണ്, അതാണ് ഉദ്ദേശിക്കുന്നത്. പച്ചയ്ക്കുള്ള അത്രയും സ്ട്രെങ്ത്തും സ്മെല്ലൊക്കെ ഈ പൗഡറിനും ഉണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റാവുന്ന ഡിഷ് എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇവിടെ ഗാർലിക് നമ്മൾ സെലക്ട് ചെയ്തത്. അതായത് ഗാർലിക് പൗഡർ നമ്മൾ സെലക്ട് ചെയ്തത്. അതല്ലെങ്കിൽ പച്ചയ്ക്ക് എടുത്ത് നമുക്ക് അരയ്ക്കുകയൊക്കെ ചെയ്യാം.
അപ്പോൾ ഇത് വേഗം ഉണ്ടാക്കാം എന്നൊരു കൺസെപ്റ്റ് യൂസ് ചെയ്തുകൊണ്ടാണ്, അങ്ങനെ ഒന്ന് ആലോചിച്ചുകൊണ്ടാണ് ഇങ്ങനെ പൗഡർ ഇവിടെ എടുത്തത്. വേഗം മിക്സ് ചെയ്ത് വറുക്കുക എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ആഡ് ചെയ്തിരിക്കുന്നത് മൈദയും കോൺഫ്ലവറും കൂടി മിക്സ് ചെയ്തിട്ട് ഒരു ബാറ്ററിലാക്കുക ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും 1 ടേബിൾ സ്പൂൺ മൈദയാണ്. മൈദ അധികം ഉപയോഗിച്ചിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ മൈദ ഒരുപാട് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഒട്ടിപ്പിടിക്കും. അതായത് ഒരുമിച്ചെല്ലാം കൂടി ഇട്ട് കഴിഞ്ഞാൽ തമ്മി ഒട്ടിപ്പിടിക്കുന്നത് കൊണ്ടാണ് മൈദ അധികം ആഡ് ചെയ്യാതിരുന്നത്. ഇതിപ്പോൾ ഒറ്റയ്ക്ക് വറുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഒറ്റയ്ക്ക് വറുക്കുകയാണെങ്കിൽ ശരിയാണ്, ഈക്വൽ ക്വാണ്ടിറ്റിയിൽ എടുത്താലും വലിയ കുഴപ്പമുണ്ടാവില്ല. പക്ഷേ ഇത് നമ്മളെല്ലാം കൂടി ഒരുമിച്ചാണ് വറുക്കുന്നത്. ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ മൈദ അധികം ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ ഇത് എല്ലാം കൂടി ഒരു ബാറ്ററാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ആ ബാറ്ററും നമ്മൾ നേരത്തെ പറഞ്ഞ സോസ്, അതായത് സോയ സോസ്, കെച്ചപ്പ്, പിന്നെ നമ്മുടെ ഗാർലിക്ക്, കുറച്ച് ഗരം മസാല, ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് മാരിനേറ്റ് ചെയ്ത ശേഷം ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്ത് വറുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വറുത്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഗോൾഡൻ കളറിൽ നമുക്ക് കിട്ടും. നല്ല ക്രിസ്പിയാണ്, ചീസാണ്, അകത്ത് സോഫ്റ്റ് ആയിരിക്കും, പുറത്ത് ക്രിസ്പി ആയിട്ട് കിട്ടും. അപ്പോൾ ഇതൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവാൻ വേണ്ടി നമ്മൾ കാത്തിരുന്നതാണ്. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ വീട്ടിൽ തയ്യാറാക്കുക. അതുപോലെ തന്നെ ഇത് ചൂടോടെ കഴിക്കണം. ചൂടോടെ കഴിച്ചാലേ ഉള്ളൂ അതിൻ്റെ ആ ഒരു ക്രിസ്പിനെസ്സും എല്ലാം കിട്ടുള്ളൂ. അതെ, അതല്ലെങ്കിൽ ഉള്ളിൽ ഭയങ്കര കട്ടിയായി പോകും. അപ്പോൾ അത് വേഗം തന്നെ കഴിക്കണം, എന്നാലും അതിൻ്റെ ഒരു സോഫ്റ്റ്നെസ്സും. വൈകുന്നേരമൊക്കെ കുട്ടികൾ സ്കൂളിൽ നിന്നൊക്കെ വരുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു സ്നാക്സാണ്. അതൊരു ഹെൽത്തിയാണ്, അതുപോലെ തന്നെ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന ഒരു വിഭവമാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഈ ഡിഷ് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്ക്സ് ഞങ്ങളെ അറിയിക്കണം. ഞാൻ ഇവിടെ എല്ലാ എപ്പിസോഡിലും പറയുന്നതാണ്. ഞങ്ങളുടെ പേജ് ഫേസ്ബുക്കിലും അവൈലബിൾ ആണ്, യൂട്യൂബിലും ഉണ്ട്. അപ്പോൾ ഗർഷൻ TV എന്ന് നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഗർഷൻ TV ഫേസ്ബുക്കിൽ നോക്കിയാലും യൂട്യൂബിൽ നോക്കിയാലും അവൈലബിൾ ആണ്. അപ്പോൾ ഫേസ്ബുക്കിൽ മെസ്സേജിലൂടെയോ അതല്ലെങ്കിൽ കമൻറ്റ് ബോക്സിലോ, യൂട്യൂബിലും കമൻറ്റ് ബോക്സിലും മെസ്സേജിലൂടെയും നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ ഫീഡ്ബാക്ക് തീർച്ചയായും അറിയിക്കുക. തീർച്ചയായിട്ടും നല്ലതാണെങ്കിൽ ഞാനും അഭിപ്രായം പറയും, കാണുന്ന പ്രേക്ഷകരും അഭിപ്രായം പറയും. ഞാനിത് കഴിച്ചു നോക്കി. നല്ലൊരു വിഭവമാണ്, നല്ലൊരു അടിപൊളി സ്നാക്സാണ്. ഇപ്പോൾ ഷെഫ്സ് കിച്ചണിൽ നമ്മൾ പരിചയപ്പെട്ടത് ഒരു സ്നാക്കാണ്, പനീർ ഫിംഗർ ഫ്രൈ. നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനിയും ഞങ്ങൾ വേറൊരു ഐറ്റവുമായിട്ട് എത്തുന്നതാണ്. അതൊരു സ്പെഷ്യൽ ഡ്രിങ്കാണ്. അതുകൊണ്ട് ആരും എങ്ങും പോകരുത്. ഇടവേളയ്ക്ക് ശേഷം ഞങ്ങൾ തിരിച്ചെത്താം.